നമസ്കാരം. ബംഗാളിലെ നാടകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മമതാ ബാനർജിക്ക് തോൽവി സമ്മതിക്കാൻ മടിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങുന്നില്ല, പദവി രാജിവെക്കുന്നില്ല. ഭരണഘടനാപരമായൊരു പ്രതിസന്ധി സൃഷ്ടിച്ച് ട്രംപ് 2020 പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള സീനൊക്കെ സൃഷ്ടിക്കുകയാണ്. ഇത്തരം പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാനുള്ള പക്വതയും അതിനു പറ്റിയ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വേവലാതിപ്പെടേണ്ടതില്ല. എന്നാൽ നമ്മൾ ആശങ്കപ്പെടേണ്ടത് ഈ വിഷയത്തെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ്. അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ബംഗാളിലെയും ആസാമിലെയും വിജയം BJP മോഷ്ടിച്ചെടുത്തു എന്നാണ്. ഓർക്കുക, 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും കേരളത്തിലും പോണ്ടിച്ചേരിയിലും. തമിഴ്നാട്ടിലോ കേരളത്തിലോ BJP മോഷണം നടത്തി എന്ന പരാതി രാഹുൽ ഗാന്ധിക്കില്ല. എന്നാൽ BJP ജയിച്ച 2 സംസ്ഥാനത്തും വോട്ട് ചോരി നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്തുകൊണ്ടാണ് ബംഗാളിലും ആസാമിലും മോഷ്ടിക്കാൻ അറിയാവുന്ന BJP തമിഴ്നാട്ടിലും കേരളത്തിലും അത് ചെയ്യാതിരുന്നത്? കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10ഓ 20ഓ മണ്ഡലത്തിലെങ്കിലും അവർക്ക് വേണമെങ്കിൽ വിജയം മോഷ്ടിച്ചെടുക്കാമായിരുന്നല്ലോ. വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ മോഷണ ആരോപണമാണ്. പരമ്പരാഗതമായി അധികാരം കൈമാറ്റപ്പെട്ടു വന്നതുകൊണ്ട്, മേലനങ്ങാതെ അധികാരം കിട്ടിയിരുന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നേരിടേണ്ടതെന്നും എങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടതെന്നും കൃത്യമായ ധാരണയില്ല. വലിയൊരു ആൾക്കൂട്ടം ആ പാർട്ടിക്ക് വോട്ട് ചെയ്തു വന്നിരുന്നു. എന്നാൽ കൃത്യമായ രാഷ്ട്രീയ പരീക്ഷണശാലയായി നമ്മുടെ ജനാധിപത്യത്തെ മാറ്റി തീർക്കാൻ BJPക്ക് കഴിഞ്ഞതോടെ RSSന്റെ പിന്തുണയുള്ള കേഡർ വോട്ടർമാർ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തി വോട്ട് പിടിക്കാൻ തുടങ്ങിയതോടെ കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പുറത്താകാൻ തുടങ്ങി. കേവലം ആൾക്കൂട്ട മാനേജ്മെന്റ് അല്ല തെരഞ്ഞെടുപ്പ്. ചതുരംഗ കളത്തിൽ കരുക്കൾ നീക്കുന്നത് പോലെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് BJPക്ക് അറിയാം. അത് കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ ഇത്തരം ബഹളം വയ്ക്കുന്നത്. കേരളത്തിൽ BJP അത്തരത്തിൽ ആസൂത്രണം നടത്തിയതുകൊണ്ടാണ് 3 ജയിക്കാൻ കഴിഞ്ഞതും 6 രണ്ടാമതെത്തിയതും. 2 തെരഞ്ഞെടുപ്പ് മുമ്പ് വരെ കേരളത്തിൽ 5% പോലും വോട്ട് കിട്ടാത്ത BJP ഇക്കുറി 3 സീറ്റും 6 രണ്ടാം സ്ഥാനവും 15% വോട്ടും നേടിയെങ്കിൽ അതൊരു സൂചന തന്നെയാണ്. പടിപടിയായി കേരളത്തിലും BJP വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കും. അവരുടെ ചരിത്രം അങ്ങനെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഓടി വന്ന് നടത്തുന്ന ആസൂത്രണമല്ല. 5ഓ 10ഓ വർഷം മുമ്പ് തന്നെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് 6 മാസം മുമ്പെങ്കിലും കൃത്യമായ സർജിക്കൽ സ്ട്രൈക്ക് തുടർച്ചയായി നടത്തുകയാണ് BJPയുടെ രീതി. ബംഗാൾ പിടിക്കാൻ അവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരീക്ഷണമല്ല. CPIM അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് പകരം മമതയുടെ പാർട്ടി അധികാരത്തിലെത്തിയ സമയം മുതൽ കൃത്യമായ ആസൂത്രണവുമായി അവർ രംഗത്ത് വരുന്നു. ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും BJPക്ക് പരീക്ഷണ ഭൂമിയാണ്. ഈ പരീക്ഷണങ്ങളിൽ എന്തെല്ലാം കുറവുകളുണ്ട് എന്നവർ കണ്ടെത്തും. ചില ആത്മവിശ്വാസങ്ങൾ തിരിച്ചടിയാവുമ്പോൾ ആ സ്ട്രാറ്റജി അവർ മാറ്റിപ്പിടിക്കും. അങ്ങനെയാണ് ബംഗാളിലേക്ക് അവർ പടിപടിയായി വളർന്നു കയറിയത്. ആകെയുള്ള 294 സീറ്റിൽ 148ഓ അതിലധികമോ സീറ്റ് പിടിച്ച് ഭരണം പിടിക്കുകയായിരുന്നു BJPയുടെ ടാർഗറ്റ്. എന്നാൽ സകല എക്സിറ്റ് പോളുകളെയും മറികടന്നുകൊണ്ട് 206 എന്ന അസാധാരണമായ മുന്നേറ്റമാണ് BJP അവിടെ നടത്തിയത്. അതിന് പിന്നിൽ 15 വർഷം നീണ്ട പ്രയത്നത്തിന്റെ വിയർപ്പുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് നേടിയ BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയം കൈവരിക്കും എന്ന് കണക്കുകൂട്ടിയതാണ്. പക്ഷേ 2021 കേവലം 79 സീറ്റിൽ ഒതുങ്ങി BJP. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ സീറ്റ് എണ്ണം കുറഞ്ഞു. 2021 79 സീറ്റ് മാത്രം നേടിയ BJP ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. 294ൽ 215 സീറ്റും നേടിയ തൃണമൂൽ കോൺഗ്രസിന് 48.5% വോട്ട് കിട്ടിയപ്പോൾ വെറും 77 സീറ്റ് മാത്രം നേടിയ BJPക്ക് കിട്ടിയത് 38.4% വോട്ടായിരുന്നു. എന്ന് വെച്ചാൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം കേവലം 10% വോട്ടിൻ്റെത് മാത്രം. പക്ഷേ 2 പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം 138 സീറ്റിൻ്റെതും. നോക്കുക, 10% വ്യത്യാസത്തിൽ 138 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊരു തിരിച്ചറിവായിരുന്നു BJPക്ക്. 2021 മുതൽ 26 വരെയുള്ള 5 വർഷക്കാലം ഈ 10% വ്യത്യാസത്തിലെ
സീറ്റുകളുടെ കുറവ് പരിഹരിക്കാനായിരുന്നു നീക്കം നടത്തിയത്. അതിനുവേണ്ടി അമിത്ഷാ തന്റെ വിശ്വസ്തനായ സുനിൽ ബൻസാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ഉണ്ടാക്കി ബംഗാളിലേക്ക് അയച്ചു. അവർ വിശദമായി തന്നെ പഠിച്ചു. മിക്ക സീറ്റുകളിലും പരാജയം സംഭവിച്ചിരിക്കുന്നത് 3000 വോട്ടിൽ താഴെയാണെന്ന് കണ്ടെത്തി. ഈ 3000 വോട്ട് എന്ന പ്രതിസന്ധിയെ മറികടക്കാൻ കഴിഞ്ഞാൽ തന്നെ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് BJP നേതൃത്വം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷം വലിയ ആസൂത്രണമാണ് അവിടെ നടന്നത്. ഈ സംഘം ശ്രമിച്ചത് പ്രാദേശികമായ മുൻഗണനകൾ കണ്ടെത്താനാണ്. പാർട്ടിയുടെ ഏറ്റവും താഴത്തെ തട്ട് മുതൽ ജില്ലാ തലം വരെ പ്രാദേശികമായി ജനപിന്തുണയുള്ളവരെ കണ്ടെത്തി ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ഓരോ പാർട്ടി ഘടകത്തിനും ഓരോ കേഡറിനും ഉത്തരവാദിത്വം നിറവേറ്റി കൊടുക്കുന്നു. ഓരോ കേഡർ മെമ്പറിനും 60 അംഗങ്ങളുടെ ചുമതല കൊടുക്കുന്നു. ആ 60 അംഗങ്ങളുടെ വീട് സന്ദർശനമടക്കം അവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ബാധ്യത ഒരു കേഡർ പാർട്ടി മെമ്പർക്ക് കൊടുക്കുന്നു. ഓരോ ബൂത്തിലും 300 വോട്ട് വീതം അധികമായി ചേർക്കാൻ തീരുമാനമെടുക്കുന്നു. 60 പേരുടെ ചുമതലയുള്ള പാർട്ടിയുടെ ഏറ്റവും താഴത്തെ പ്രാദേശിക നേതാക്കളുടെ ചുമതലയാണ് ഓരോ ബൂത്തിലും 300 വോട്ടുകൾ അധികമായി ചേർക്കേണ്ടത്. മാത്രമല്ല ഓരോ ബൂത്തും സൂക്ഷ്മമായി പഠിച്ച് SIRന് മുന്നൊരുക്കങ്ങൾ നടത്തി യോഗ്യതയില്ലാത്തവരെയൊക്കെ ഒഴിപ്പിക്കാനുള്ള നീക്കവും അവർ നടത്തി. ഓരോ ബൂത്തിലും 10 വോട്ട് വീതം അധികമായി ചേർക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഇത്തരം കേഡർമാർക്ക് കൊടുത്തത്. അങ്ങനെ ഏതാണ്ട് 3000ത്തിലേക്ക് ആ സംഖ്യ എത്തിക്കുകയാണ്. അങ്ങനെ അധികമായി 3000 വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും കുറഞ്ഞതെത്തും. BJPക്ക് ലഭിക്കാത്ത പല കള്ളവോട്ടുകളും മരിച്ചുപോയവരുടെ വോട്ടുകളുമൊക്കെ ഒഴിവാക്കും. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലിയർ ചെയ്ത് ഏതാണ്ട് 95 ലക്ഷം പേരെയാണ് SIRലൂടെ പുറത്താക്കിയത് ബംഗാളിൽ നിന്ന്. ഇതിൽ 27 ലക്ഷം പേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരായിരുന്നു. പ്രാദേശികമായി ജനപിന്തുണയുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുക മാത്രമല്ല, ജനപിന്തുണ മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥി നിർണയവും നടത്തി. അങ്ങനെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാത്ത തരത്തിൽ വിജയം ഉറപ്പാക്കിയാണ് ഈ സംഘം 5 വർഷം പ്രവർത്തിച്ചതും അതിന് ഫലം കൊയ്യാൻ ഇറങ്ങിയതും. തെരഞ്ഞെടുപ്പായതോടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു. 2.5 ലക്ഷത്തോളം കേന്ദ്രസേനയെ രംഗത്തിറക്കുന്നു. ഗുണ്ടകളുടെ സഹായത്തോടെ കള്ളവോട്ട് നടത്തി ബൂത്ത് പിടിച്ച് ജയിക്കാം എന്ന വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് കേന്ദ്രസേന ഇത്തരം ഗുണ്ടകളെ അടിച്ചോടിക്കുന്നു. ഇത്തരക്കാരെ അടിച്ചോടിക്കുന്നതിനെയും പിടിച്ച് ജയിലിലടയ്ക്കുന്നതിനെയും വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നിലപാടെടുക്കുകയും മമതാ ബാനർജി വോട്ടിന് വേണ്ടി ബംഗാളിനെ നശിപ്പിക്കാൻ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ അതിശക്തമായ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയോഗിക്കുന്നു. 2021 മോദി ദീദി ഹോ ദീദി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിരുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്ഷേപമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ മമതാജി എന്ന് വിളിച്ചായി അഭിസംബോധന ചെയ്യുന്നത്. മമതാ ബാനർജിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാതെ മമതയുടെ സർക്കാരിനെ ആക്രമിച്ചത് അത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാനാണ്. 23 ദിവസം മാത്രമുണ്ടായിരുന്ന പ്രചരണത്തിൽ 2 ആഴ്ചയും അമിത്ഷാ ബംഗാളിൽ തമ്പടിച്ച് നേതൃത്വം കൊടുത്തു. 7 തവണയാണ് പ്രത്യേക വിമാനത്തിൽ മോദി ബംഗാളിലെത്തിയതും 15ഓളം റാലികളെ അഭിസംബോധന ചെയ്തതും. സ്ത്രീകളുടെ സുരക്ഷയും ബംഗാളിലെ ക്രമസമാധാനവുമൊക്കെ ഗൗരവമേറിയ വിഷയമാക്കി മാറ്റി. ബംഗാളി ദേശീയത BJPക്കെതിരെ ഉപയോഗിക്കുന്നത് തടയാനും പരിശ്രമങ്ങൾ നടത്തി. ബംഗാളിലെ തനത് വിഭവമായ ജാൽമുറി ഒരു തെരുവ് കച്ചവടക്കാരെന്ന് വാങ്ങിക്കഴിക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ വൈറലാക്കിയതുപോലും ഇതിന്റെ ഭാഗമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോപ്പുകൂട്ടിയത്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും 500-ലധികം MLA-മാർ ബംഗാളിൽ പ്രചരണത്തിനെത്തി. അവർക്കൊക്കെ പ്രാദേശികമായി മണ്ഡലങ്ങൾ വീതിച്ചു കൊടുത്തു. 7 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ പ്രചരണ രംഗത്തെത്തി. കേന്ദ്ര മന്ത്രിസഭ മുഴുവൻ തന്നെ ബംഗാളിൽ കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചു. നമ്പറുകൾ ഇറക്കി മാജിക്ക് കാണിച്ച് ആൾക്കൂട്ട മനഃശാസ്ത്രം കയ്യിലെടുത്ത് തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിച്ചിരുന്ന മമതാ ബാനർജിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് BJP ബംഗാളിനെ കീഴടക്കുകയായിരുന്നു. അങ്ങനെയാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലെ പോലും തെറ്റിച്ചുകൊണ്ട് 208 എന്ന അദ്ഭുത സംഖ്യയിലേക്ക് BJPയുടെ അക്കൗണ്ട് വളർന്നത്. ഇങ്ങനെ തന്നെയാണ് ബീഹാർ പൂർണ്ണമായും അവർ കീഴടക്കിയത്. ഇങ്ങനെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ അവർ വേരുറപ്പിച്ചത്. ഇങ്ങനെ തന്നെയാണ് അവർ ഇനി പഞ്ചാബിലും അതിനുശേഷം കേരളത്തിലും തന്ത്രപൂർവം അടിത്തറയുണ്ടാക്കുന്നത്. ഇതിനു സാധിക്കാതെ തെരഞ്ഞെടുപ്പ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വിലപിക്കുന്നത് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അമിത്ഷായും മോദിയും
ഗുജറാത്തിന്റെ കളരിയിൽ കളി പഠിച്ചാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. ഡൽഹിയിൽ വേരുറപ്പിച്ചവർ രാജ്യം മുഴുവൻ വേര് വളർത്തുന്നത് കൃത്യമായ ആസൂത്രണത്തിന്റെയും തെരഞ്ഞെടുപ്പ് മികവിന്റെയും പശ്ചാത്തലത്തിലാണ്. ആവശ്യത്തിന് നേതാക്കൾ പോലുമില്ലാതെ വെറുതെ വായിട്ടലച്ചതുകൊണ്ടോ പൊട്ടിക്കരഞ്ഞതുകൊണ്ടോ ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന് തെളിയിക്കുകയാണ് ബംഗാളിലെ അസാധാരണമായ വിജയം.